5 സുന്ദരികൾ. എല്ലാ ദിവസവും രാത്രി 9:30 നമ്മുടെ സ്വന്തം സൂര്യ TV. സാറെന്താ ശ്രീധനം ബാക്കി ചോദിച്ചു വന്ന മരുമകനെ പോലെ മാറി നിൽക്കുന്നത്? ഞാൻ ദേവൂട്ടിയുടെ പെർഫോമൻസ് നോക്കുകയായിരുന്നു. എന്താ സന്ദീപ്? ഹേയ്, ഒന്നുമില്ല. ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്ന ആള് എത്ര കണ്ട ആക്റ്റീവ് ആയിരിക്കണമെന്ന് ഒരാളിന് ദേവൂട്ടിയെ കണ്ടു പഠിക്കാം. ഞാനങ്ങനെ നോക്കി പഠിക്കുകയായിരുന്നു. അതെ, ഞാൻ കളിയാക്കിയതൊന്നുമല്ല, സത്യമായിട്ട് എനിക്ക് തോന്നിയ കാര്യം പറഞ്ഞതാ. വലിയ വലിയ സ്ഥാപനങ്ങൾ സ്വന്തമായിട്ടുണ്ടായിട്ടും അവിടെയൊക്കെ പോയി പഠിക്കാൻ ശ്രമിച്ചില്ലേ? ഓ, അതൊന്നും നടന്നിട്ടില്ലെന്നേ. ചെറുപ്പത്തില് തമ്പിയച്ഛൻ ഓഫീസിൽ കൊണ്ടുവരുത്തുമായിരുന്നു. അത് പക്ഷേ എന്തെങ്കിലും പഠിക്കാൻ വേണ്ടിയൊന്നുമല്ല. തമ്പിയച്ഛന്റെ ക്യാബിനില് ഗെയിം കളിച്ചിരിക്കുക, അത്രേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ നോക്കി പഠിക്കണത് നല്ലതാ. അല്ല, കൈ കിടന്ന വളയെവിടെ? നമ്മുടെ തട്ടാശ്ശേരിയുടെ മുദ്രയുള്ള കുടുംബവള, സുകുമാരിയമ്മയുടെ സമ്മാനം, അതെവിടെ? അങ്കിള്, അതെവിടെ? അല്ല, വള എന്ത് ചെയ്തു കുട്ടി? സന്ദീപ് സാറേ. ആ, എന്താ മുരളിയേട്ടാ? ശ്രീകലാ മേഡം വിളിച്ചിരുന്നു. എന്നിട്ട്? എപ്പോഴും പറയുന്ന കാര്യങ്ങളാ. സാറിനെ ഗസ്റ്റ് ഹൗസിലാക്കുന്ന കാര്യങ്ങളാ പ്രധാനമായും പറഞ്ഞത്. മുരളിയേട്ടാ, ഞാൻ പറയുന്ന പോലെ അങ്ങ് ചെയ്താൽ മതി. അതെങ്ങനെ? അതായത് ഇനി അമ്മ എപ്പോൾ വിളിച്ചാലും ഞാൻ ഗസ്റ്റ് ഹൗസിലാണ് താമസിക്കുന്നത് പറയണം. എന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നതും നിങ്ങളാണെന്നും പറഞ്ഞേക്കണം. കൊള്ളാം. എന്നിട്ട് വേണം ഗസ്റ്റ് ഹൗസിന്റെ താക്കോല് മടക്കി വാങ്ങിയിട്ട് മേഡം എന്നെ വീട്ടിലോട്ട് പറഞ്ഞുവിടാൻ. മുറിയേട്ടൻ പറയുന്നത് കള്ളമാണെന്ന് മേഡം അറിഞ്ഞാലേ പ്രശ്നമുള്ളൂ. മേഡം അത് അറിയണമെങ്കിൽ ഞാൻ പറയണം. ഞാനത് ആരോടും പറയാൻ പോകുന്നില്ലല്ലോ. എന്റെ സന്ദീപ് സാറേ, ഞാനൊരു കള്ളനല്ലെന്ന വിശ്വാസത്തിലാണ് മേഡം ആ ഗസ്റ്റ് ഹൗസ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പൊ സാറിന്റെ കാര്യത്തിൽ തന്നെ ഞാൻ കള്ളം പറഞ്ഞാൽ പിന്നെ ഞാൻ ആരായി? അങ്ങനെ പറഞ്ഞാലേ ശ്രീകലാമ്മയുടെ മാത്രമല്ല, സന്ദീപ് സാറിനെ വിശ്വസ്തനാവും. ഒരു പ്രശ്നവുമില്ല, ധൈര്യമായിട്ട് പോ. അമ്മയെ വിളിച്ച് ഞാൻ പറഞ്ഞ പോലെ അങ്ങ് പറഞ്ഞേ ചെല്ല്. വലിയ കഷ്ടമാണ് കേട്ടോ. മുതലാളിയുടെ മുതല് കാത്ത് സത്യസന്ധമായി പണിയെടുക്കുന്നവരെ കൊണ്ട് കള്ളം പറയിപ്പിക്കുന്ന ഈ പണി മുതലാളിക്ക് നടക്കുന്നതല്ല. അങ്കിളിന് അതൊക്കെ പറയാം. ഗസ്റ്റ് ഹൗസിലോ വെറും ഹൗസിലോ ഒക്കെ ഒതുങ്ങി ജീവിക്കാനാണെങ്കിൽ എനിക്കങ്ങ് തിരുവനന്തപുരത്ത് ജീവിച്ചാൽ പോരെ. അതൊന്നും പറ്റില്ല. ഞാനിവിടെ എല്ലാ സ്വാതന്ത്ര്യവും ആസ്വദിച്ച് പറന്ന് നടക്കുമെന്നറിഞ്ഞാൽ അമ്മ ചിലപ്പോൾ വീണ്ടും വണ്ടി കയറിങ്ങി വരും. പിന്നെ വേണമെങ്കിൽ പുതിയ കല്യാണം പോലും ആലോചിച്ച് കളയും. അത് പാടില്ല. മുരളിയേട്ടന്റെ ഒരു ചെറിയ കള്ളം ഈ സാധ്യതകളെ എല്ലാം അവസാനിപ്പിക്കും. മനസ്സിലായില്ലേ? മനസ്സിലായി. ശരിയെന്നാല്.
ദേവൂട്ടി വള ഊരി വെച്ചതായിരിക്കും. അങ്ങനെ ഊരി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണം വേണ്ടേ? എന്തായിരിക്കും കാരണം? എന്നോടുള്ള ഇഷ്ടക്കുറവായിരിക്കോ? അങ്ങനെയാവില്ല. അത് സ്വർണം വിലക്കെടുക്കൂ. എന്താ ആഭരണമാണോ? ആ, ഒരു വളയ. ആഹാ. ഷീന, ഇതൊന്ന് നോക്കി. സാറേ, ഒന്നിങ്ങ് വരാമോ? എന്താ? ഇതൊന്ന് ഉരച്ചു നോക്കാവോ? എന്താ സാറേ? ഇതെവിടുന്ന? ഇത് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വളയാ. അവള് വലിയ ഫാമിലിയാ, തട്ടാശ്ശേരി. ഇത് കൊണ്ടുപോയി കൂട്ടുകാരുടെ മുഖത്തെറിഞ്ഞു കൊടുക്കുക. ഇതേ വെറും മുക്കുപണ്ടവാ, മുക്കുപണ്ടം. ഏയ്, അങ്ങനെയാവാൻ വഴിയില്ല. സാർ ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യും. നോക്കാനൊന്നുമില്ല, ഞങ്ങൾക്ക് തെറ്റിയിട്ടില്ല. ഇത് മുക്കുപണ്ടം തന്നെയാ. സാർ അത് സോറി. ഹലോ. ഹലോ അഖില, ആ, വിറ്റോ? പൈസ കിട്ടിയോ? നിനക്കിത് എവിടെന്നാ കിട്ടിയേ? അത് വിറ്റ് കാശ് തരാനല്ലേ നിന്നോട് പറഞ്ഞ. അതിന് എവിടുന്ന് കിട്ടി, എങ്ങനെ കിട്ടിയെന്നൊക്കെ അന്വേഷിക്കേണ്ട ആവശ്യമുണ്ടോ? ആ, അത് വേണ്ടി വരും. അതെ, ഇത് സ്വർണ്ണമല്ല, മുക്കുപണ്ടവാ. മുക്കുവണ്ടോ എന്നാരാ പറഞ്ഞു? ഈ സ്വർണ്ണക്കടക്കാരൻ. അയാൾ ഇത് ഉരച്ചു നോക്കി എന്നിട്ടാ പറഞ്ഞത്. അതങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അത് സ്വർണം തന്നെയാ. സ്വർണ്ണമല്ലെന്നേ, ഇത് മുക്കുപണ്ടമാണെന്ന് അയാൾ ഉറപ്പിച്ച് പറഞ്ഞു.